Hey guys, you are watching TV Motomotive YouTube channel. ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ TVSൻ്റെ RR310 B2O വേർഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് B2 അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ വേറെ റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ദിവസം എടുത്ത് നോക്കിയാൽ മതി. ആൻഡ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. ലാസ്റ്റ് ഒരു 5 days ആയിട്ട് ഒരു 510 കിലോമീറ്ററോളം ഈ വണ്ടി ഞാൻ ഓടിച്ചു. നമുക്ക് കോട്ടയം TVS നമുക്ക് വണ്ടി തന്നെയായിരുന്നു യൂസ് ചെയ്ത് നോക്കാനായിട്ട്. വണ്ടി ഒറ്റ വർക്ക് പറയുകയാണെങ്കിൽ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നാ പറയണ്ടേ, ഒരു ലോങ് ടൈം റിവ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതിനെപ്പറ്റിയും പറഞ്ഞുള്ള ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ വിടുക, ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ പോകാം. സോ ആദ്യമേ നമ്മുടെ വണ്ടിയിലോട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇഷ്ടപ്പെടുന്ന ഈ വണ്ടിയുടെ ഗ്രാഫിക്സ്, ഇതിൻ്റെ ലുക്കും കാര്യങ്ങളാണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞ ഈ വണ്ടിയുടെ B2O എന്നുള്ളൊരു നമ്മുടെ എന്നാ പറയണ്ട ഫീച്ചറാണ്. സംഭവം എല്ലാവരും ചോദിക്കും എന്താണ് ഈ B2O ഫീച്ചർ, ഈ വണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ തന്നെ കസ്റ്റം ചെയ്തതാണോ? അതെ, ഇത് കസ്റ്റമൈസ്ഡ് ബൈക്ക് തന്നെയാണ്. നമ്മുടെ ചാനലിൽ സാധാരണ കസ്റ്റമൈസ്ഡ് വെഹിക്കിൾസിന് മാത്രമേ വരാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക സ്റ്റോക്ക് വെഹിക്കിളല്ലേ? അതെ, ഇതെന്ന് പറയുന്നത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ. B2O എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് TVS കൊണ്ടുവന്നേക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ഇറക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഗ്രാഫിക്സോ ഇതിനകത്തിരിക്കുന്ന ഹാൻഡിൽ ബാറോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പാക്ക് ആണെങ്കിലും ശരി, വേറെ എന്ത് കാര്യമാണെങ്കിലും ശരി, നമുക്ക് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം. അതാണ് ഈ B2O എന്ന് പറയുന്ന സെറ്റപ്പിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. സോ ഗൈസ്, ഒത്തിരി വൈഡറായിട്ട് റിവ്യൂ പറഞ്ഞ് ഞാൻ ചളവാക്കുന്നില്ല. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ റിവ്യൂ ബേസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യമാണ് ഈ വണ്ടിയിൽ ഈ TVS കൊണ്ടുവന്നേക്കുന്ന ഈ ബൈ പ്രൊജക്ഷനുള്ള LED ഹെഡ്ലാമ്പ്. നമ്മുടെ എന്നാ പറയുക, ഈ സെഗ്മെന്റിൽ വരുന്ന വണ്ടികളിൽ LEDs വെച്ച് നോക്കുമ്പോൾ ഇത് പറയുന്നത് വേ ബെറ്റർ ആണ്. പല വണ്ടികളും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് രാത്രി 100% നമുക്ക് എന്നാ പറയുക വിസിബിലിറ്റി കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് നല്ല കൂരിട്ടാണെങ്കിലും ഈ സാധനം ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫിഷ്യൻസി എന്നാന്ന് മനസ്സിലാകത്തില്ല. അപ്പം ഫസ്റ്റ് വൺ നമ്മുടെ ഈ ബൈ പ്രൊജക്ഷൻ വരുന്ന LED ഹെഡ്ലൈറ്റ്. സോ ഗൈസ്, പല സ്പോർട്സ് ബൈക്കുകളും നമ്മൾ 5-6 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനകത്ത് പല ഫീച്ചേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ വിഷമം പറയാനുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കേസ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും വെർത്താണ്. ഇതിൽ രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് ഇതിൻ്റെ KYBയുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷൻ വരുന്നതാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ TVSൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പല പ്രീസെറ്റ് വേരിയൻസ് ഉണ്ട്. നിങ്ങൾ ആ രീതിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പറയണ്ടേ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് പില്ലിയൻ ആൻഡ് റൈഡർ എന്ന് പറയുന്ന പ്രീസെറ്റ് ആണ്. അതിൻ്റെ പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ ചെറിയൊരു സ്ക്രീൻഷോട്ട് ഒരു സൈഡിൽ ഞാൻ ആഡ് ചെയ്യാം. വേണ്ട ഒരു ജസ്റ്റ് എടുത്ത് കാണുക. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് TVSൻ്റെ എന്നാ പറയുക മെയിൻ സൈറ്റിൽ കയറിയിട്ട് B2O എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇത് എന്തോളം കസ്റ്റമൈസേഷൻ വീഡിയോ നമ്മുടെ ചാൻസസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം രണ്ടാമത്തെ നമ്മുടെ KYBയുടെ സസ്പെൻഷൻ. സോ ഗൈസ്, മൂന്നാമത്തെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാരണമാണ് ഇതിൻ്റെ ലുക്ക്. ഒറ്റ നോട്ടത്തിൽ ഇത് ലോങ്ങിൽ നോക്കുന്ന ഒരാൾക്ക് ഒരു സൂപ്പർ ബൈക്ക് ഓടി വരുവാണെന്ന് തോന്നത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVS വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 കളർ ആഡ് ചെയ്ത് വലിയൊരു TVS റേസിംഗ് ഒക്കെ കൊടുത്ത് ഒരു സ്പോർട്സ് ബൈക്ക് ട്രാക്കിൽ ഇറങ്ങുന്ന ഒരു വണ്ടിയുടെ രീതി തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കൊടുത്തേക്കുന്നത്. അപ്പം മൂന്നാമത്തെ കാര്യം നമ്മുടെ വണ്ടിയുടെ ട്രാക്ക് ഗ്രാഫിക്സ്. സോ ഗൈസ്, അപ്പം അടുത്ത നാലാമത്തെ നമ്മുടെ ഫാക്റ്റാണ്. നാലാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിഷലിൻ്റെ റോഡ് 5 ടയേഴ്സ്. നമ്മുടെ റോഡ് ഗ്രിപ്പിങ്ങിൻ്റെ കാര്യത്തിൽ TVS ഒട്ടും എന്നാ പറയണ്ടത്, കോസ്റ്റ് കട്ടിംഗ് എന്നുള്ള പേരിലോ അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാന്നുള്ള പേരിലോ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, ഒരു കോംപ്രമൈസ് നടത്തിയിട്ടില്ലെന്ന് പറയാം. ഈ വണ്ടിയിൽ ഈ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ വേറൊരു അന്യായ പെർഫോമൻസ് എന്ന് പറയാം. അത് എന്ന് പറഞ്ഞാൽ ടയറിന് ഇങ്ങനെ അറ്റം വരെ ഗ്രിപ്പാണ്, നല്ല ലീൻ ചെയ്ത് ഓടിക്കാം. ഇത് ടയർ ഉണ്ടാക്കിയതിൽ കുറച്ച് എന്നാ പറയണ്ടത് ടെക്നിക്കൽ സൈഡ്സ് ഉണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പക്ഷേ പൊളിയാണ് ഈ ടയർ. അപ്പം നാലാമത്തെ റീസൺ ഇതിൻ്റെ ടയർ. അടുത്ത അഞ്ചാമത്തെ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ വണ്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കേരള പോലീസിലാണെങ്കിലും ശരി ഒരു ലീഗൽ ഇഷ്യൂസോ സംഭവങ്ങളോ നമുക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു ഫീച്ചറായിരുന്നു. നമ്മൾ TVS കൊണ്ടുവന്നതിലെ ബെസ്റ്റ് ഫീച്ചറാണ് B2O എന്ന് പറയുന്നത്, ബിൽഡ് ടു ഓർഡർ. അതാണ് നമ്മുടെ മെയിൻ ഈ വണ്ടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ എന്നാ പറയണ്ടേ ഹാൻഡിൽ ബാറോ ഫുട്രസ്റ്റ് ഇരിക്കുന്ന പൊസിഷനിങ്ങോ വണ്ടി വരുന്ന ഗ്രാഫിക്സോ ഫ്രണ്ടിൽ നമ്മുടെ ഈ വൈസറിൽ വരുന്ന നമ്പർ വരെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമ്മുടെ രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് റോഡിൽ ഇറക്കാം. ഈ കസ്റ്റമൈസേഷൻ കാരണം ഒരു രീതിയിലുള്ള ലീഗൽ ഇഷ്ടം വരത്തില്ല, ഒരു MVD നിങ്ങളെ പിടിക്കാൻ പോകുന്നില്ല. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ. സോ
സോ ഗൈസ്, പിന്നെ ഈ വണ്ടിയിൽ മെയിനായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഈ ഡിസ്പ്ലേയുടെ ഒരു സ്പെസിഫൈഡ് വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പറയുന്ന വീഡിയോ നമുക്ക് നിൽക്കില്ല, കണ്ടന്റ് കറക്റ്റ് നിർത്താൻ പറ്റില്ല. അപ്പം ജസ്റ്റ് പറയുവാണെങ്കിൽ ഇതിനകത്ത് റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വിച്ച് സെറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. ഞാൻ അധികം ടെക്നിക്കലി ഈ വണ്ടിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാ പറയണ്ട, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് തീർക്കുവാണ്. സംഭവം വേറെ ഒന്നുമല്ല, വണ്ടി അധിക കാലം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ആ 4-5 ദിവസമേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങേയറ്റം പോയ ഒരു 510 കിലോമീറ്റർ, കറക്റ്റ് മീറ്റർ നോക്കി 510 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് ആപ്പടെ തോന്നി ഇതിൻ്റെ പില്ലിയൻ്റെ കംഫർട്ടാണ്. ഇതിൽ പിടിച്ചിരിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സീറ്റ് വെച്ച് ഹാർഡാണ്. സോ പില്ലിയൻ്റെ ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ടി വി എസിലെ ഫാമിലിയായതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ വണ്ടി തന്നെ നമ്മുടെ കോട്ടയം ടി വി എസിനും വിറ്റോ സാറിനും വളരെ നന്ദി. കാരണം എന്നാ പറയണ്ടേ, നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാൾ ചോദിച്ചുകൊണ്ടിരുന്നത് തന്നെ, അതുകൊണ്ടാണ് സാർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. സംഭവം ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയുന്ന രീതിയിൽ ആദ്യമായിട്ട് വണ്ടിയുടെ ഒരു റിവ്യൂ ഞാൻ ചെയ്തേക്കുവാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് ക്ഷമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം കമൻറ്റ് ചെയ്യുക. വെരി സ്പെഷ്യൽ ആയിരിക്കും ടി വി എം ഓട്ടോമോട്ടീവ്സ്.